തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണെന്ന് പ്രശസ്ത സിനി ആർട്ടിസ്റ്റ് ജയരാജ് വാര്യർ. തൃശൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം ഇരിങ്ങാലക്കുടയിൽ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. മേള നവംബർ 21 വെള്ളിയാഴ്ച സമാപിക്കും. കൗമാരക്കാരായ കുട്ടികൾ മയക്കുമരുന്നിന്റെയും രാസലഹരിയുടെയും ചിറകിലാണ് പറക്കുന്നത്. കലാപ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർക്ക് മാതൃകയാവണം. രാസലഹരിയെയും മയക്കുമരുന്നിനെയും ലഹരിയായി എടുക്കാതെ കലാപ്രവർത്തനങ്ങളെ ലഹരിയായി എടുക്കണമെന്നും ജയരാജ് വാര്യർ കൂട്ടിച്ചേർത്തു. തൃശൂർ സാംസ്കാരിക തലസ്ഥാനമാണെങ്കിൽ ഇരിങ്ങാലക്കുട കലകളുടെ സാംസ്കാരിക തലസ്ഥാനമാണ്. ഇന്നിപ്പോൾ കൗമാരങ്ങൾ, നമ്മുടെ മക്കളുടെ മക്കൾ എന്നും പറയാം, ആ കുട്ടികളെല്ലാം തന്നെ മറ്റൊരു ലഹരിയിലാണ്. അത് മയക്കുമരുന്നിൻ്റെയും അതുപോലെ സിന്തറ്റിക് രാസലഹരിയുടെയും ചിറകിലാണ് അവർ പറക്കുന്നത്. യഥാർത്ഥത്തിൽ കലാപ്രവർത്തനം നടത്തുന്ന കുട്ടികൾ അവർക്ക് മാതൃകയാവണം. ഈ രാസലഹരിയുടെയും മയക്കുമരുന്നിൻ്റെയും ആ ലഹരി അല്ല വേണ്ടത്. കലാപ്രവർത്തനങ്ങളെ ഒരു ലഹരിയായി എടുക്കുകയാണ് വേണ്ടത് എന്ന് എനിക്ക് തോന്നുന്നു. ഇവിടെ ഇരിക്കുന്ന ഈ ആചാര്യന്മാരെ വെറുതെ ഒന്ന് നോക്കി അവരാരാണ് എന്ന് വെറുതെ ഒന്ന് അന്വേഷിച്ചാൽ അറിയാൻ പറ്റും. അവരുടെ ഇടയിൽ അത്ര വലിയ കലാകാരനൊന്നും അല്ലാത്ത ഞാനും കലയെ ലഹരിയായി എടുത്ത ആളാണ്. കലാപ്രവർത്തനം കൊണ്ട് എങ്ങനെ ജീവിക്കാം എന്ന് പഠിച്ച ഒരാളാണ് ഞാൻ. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ നമ്മുടെ ഇത് കൗമാരങ്ങളുടെ ഉത്സവമാണല്ലോ. കൗമാരങ്ങളെല്ലാവരും മറ്റെല്ലാ ലഹരിയും വിട്ട് കലയുടെ ലഹരിയിൽ മുഴുകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ഇരിങ്ങാലക്കുട മുനിസിപ്പൽ ടൗൺ ഹാളിൽ നടന്ന ഉദ്ഘാടന ചടങ്ങിൽ തൃശൂർ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ PM ബാലകൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. പ്രശസ്ത സാഹിത്യകാരൻ അശോകൻ ചെരുവിൽ, കൂടിയാട്ട കലാകാരൻ വേണുജി, കഥകളി കലാകാരൻ കലാനിലയം രാഘവനാശാൻ, കഥകളി കലാകാരൻ സദനം കൃഷ്ണൻകുട്ടി, കൂടിയാട്ട കലാകാരൻ അമ്മന്നൂർ പരമേശ്വര ചാക്യാർ, സിനിമാ സംവിധായകൻ പ്രേംലാൽ, പ്രശസ്ത ചിത്രകാരി കവിത ബാലകൃഷ്ണൻ, കേരള സംഗീത നാടക അക്കാദമി എക്സിക്യൂട്ടീവ് അംഗം രേണു രാമനാഥൻ എന്നിവർ മുഖ്യാതിഥികളായിരുന്നു. നവംബർ 18, 19, 20, 21 തീയതികളിൽ ഇരിങ്ങാലക്കുടയിലെ വിവിധ വിദ്യാലയങ്ങളിലായി നടക്കുന്ന മേളയിൽ UP തലം മുതൽ ഹയർ സെക്കൻഡറി തലം വരെയുള്ള വിഭാഗങ്ങളിലാണ് മത്സരം നടക്കുന്നത്. 12 ഉപജില്ലകളിൽ നിന്നായി 8000-ഓളം കലാപ്രതിഭകൾ ഈ മേളയിൽ മാറ്റുരയ്ക്കും. മേള നവംബർ 21 വെള്ളിയാഴ്ച സമാപിക്കും. വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം തൃശൂർ ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും. മീഡിയ ടൈം, ഇരിങ്ങാലക്കുട.